Hi, good morning all. Today we are discussing project appraisal and evaluation. Actually, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ എന്താ ഡിസ്കസ് ചെയ്തതായിരിക്കും പ്രൊജക്റ്റ് ഫിനാൻഷ്യൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിസ്കഷനാണ്. ഒരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താ പറയുന്നത്, ഈ നേരത്തെ ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന ഫിനാൻഷ്യൽ അനാലിസിസ് ആണെങ്കിലും അതേപോലെ ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളി നെറ്റ്വർക്ക് അനാലിസിസ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേജിലാണ്. ദെൻ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പ്രൊജക്റ്റ് ഐഡിയ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറേ ഡിസ്കഷൻസിൻ്റെ പോയിന്റ് ഓഫ് ആണ്. അപ്പോൾ ഇവിടെയാണെങ്കിലോ പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത് റിലേഷൻ ടു ഫീസിബിലിറ്റി ഓഫ് ടെക്നിക്കൽ, ഇക്കണോമിക്, ഫിനാൻഷ്യൽ, കൊമേഴ്ഷ്യൽ, മാനേജർ, സോഷ്യൽ ആൻഡ് അതർ ആസ്പെക്ട്സ് ഓഫ് ദി പ്രൊജക്റ്റ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റി എത്രത്തോളമാണ്, ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അധികവും ചെയ്യുക സാധാരണ കേസ് നമ്മൾ ചെയ്ത പോലെ നമ്മുടെ ബിസിനസ് പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്ത ആളല്ല, നമ്മളൊരു എക്സ്പേർട്ടിനെ കൊണ്ട് ബിസിനസ്സിന് പുറത്തുള്ള ഒരാളെ കൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ അധികവും വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ക്രിട്ടിക്കൽ ആൻഡ് കെയർഫുൾ സെക്കൻഡ് ലുക്ക് അറ്റ് ദി project by a person not associated with the project preparation. പ്രൊജക്റ്റ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യാത്ത ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാം, വളരെ ക്രിട്ടിക്കലായിട്ട് അതേപോലെ വളരെ ഇൻഡെപ്ത് ആയിട്ട് വളരെ കെയർഫുൾ ആയിട്ട് രണ്ടാമത് ഒന്നും എന്ത് ചെയ്യാണ് ഇതിനെ പറ്റി പഠിക്കാൻ പറയാണ്. The objective of project appraisal is to decide whether to accept or reject an investment proposal. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, വളരെ സിമ്പിളാണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾക്കിത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെ റിജക്റ്റ് ചെയ്യണോ. മീൻസ് വളരെ പെർഫെക്റ്റ്ലി ഇത് എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇത് ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ, ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന രീതിയിലാണ് എന്ത് പറയുന്നത് പ്രൊജക്റ്റ് അപ്രൈസൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് അപ്രൈസൽ എലമെന്റ്സ് എന്തെല്ലാമാണുള്ള വ്യത്യസ്തമായുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് പ്രൊജക്റ്റ് അപ്രൈസൽ. മീൻസ് ഡിഫറെന്റ് ഏരിയാസിൽ എന്ത് ചെയ്യണം പ്രൊജക്റ്റ് അപ്രൈസൽ നടത്തുന്നുണ്ട്. ടെക്നിക്കൽ ഫീസിബിലിറ്റി, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പറഞ്ഞ പോലെ അതിന്റെ അനാലിസിസ് നടത്തിയിട്ടുണ്ട് എന്ന്, പക്ഷെ അത് പോസിബിൾ ആണോ അല്ലയോ, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ ഓർഗനൈസേഷൻ അത് സ്വീകാര്യമാണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം തീരുമാനിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ പോലും ഈ പ്രൊജക്ട് എന്ത് ചെയ്യാം റിജക്ട് ചെയ്യപ്പെടാം. ടെക്നിക്കൽ ഫീസിബിലിറ്റി ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നീഡഡ് ഫോർ ദി പ്രൊജക്ട്, ലാൻഡ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, റാ മെറ്റീരിയൽ, ട്രെയിൻഡ് ലേബർ എക്സെട്ര. ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണ്, ലൊക്കേഷൻ ഓഫ് ദി പ്രൊജക്റ്റ്, ഇതൊക്കെ നമ്മൾ അനാലിസിസ് നടത്തിയിരുന്നു. ടെക്നിക്കൽ അനാലിസിസ് കൺസിഡർ ചെയ്ത കാര്യങ്ങളായിരിക്കും. അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ടെക്നിക്കൽ ഫീസിബിലിറ്റി റിലേറ്റഡ് ടു ടൈപ്പ് ഓഫ് ദി ടെക്നോളജി ടു ബി അഡോപ്റ്റഡ് ഫോർ ദി പ്രൊജക്റ്റ്. നമ്മൾ ഏത് ടൈപ്പാണ് എടുക്കേണ്ടത് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയസിൽ വരിക. ഇതിന് ഇക്കണോമിക് വയബിലിറ്റി, ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്താണ്, റവന്യൂ എന്താണ്, മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ ആവാം, പ്രോഫിറ്റബിലിറ്റി എത്രത്തോളമാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് അപ്രൈസൽ ഓഫ് ആന്റിസിപ്പേറ്റഡ് ഡിമാൻഡ് ആൻഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഡിമാൻഡ് എത്രയാണ്, നമ്മൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രൊഡക്റ്റ് അല്ലെ സർവീസ് എന്തുവാവാം, പ്രൊഡക്റ്റ് സർവീസ് നമ്മൾ സെയിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് എത്രത്തോളം ഡിമാൻഡ് പ്രതീക്ഷിക്കാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നു ഇക്കണോമിക് വയബിലിറ്റിയിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇക്കണോമിക്കലി അത് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് വയബിൾ ആണോ, വയബിൾ മീൻസ് നമ്മളെ സംബന്ധിച്ച് ഇത്രയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടോ, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് വേണ്ടത്ര റിട്ടേൺ കിട്ടുന്നുണ്ടോ. കൊമേഴ്ഷ്യൽ വയബിലിറ്റി, അപ്പോൾ കൊമേഴ്ഷ്യൽ വയബിലിറ്റി ആണ് നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. ദ അപ്രൈസൽ ഓഫ് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി പ്രൊജക്ട് ഇൻവോൾവ് സ്റ്റഡി ഓഫ് ദി proposed arrangement for the purchase of raw material and sale of finished goods. The main objective is to see that proposed arrangement will ensure that the best value is obtained for money spent. കൊമേഴ്ഷ്യലി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ, നമ്മുടെ ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയലൊക്കെ കൃത്യമായിട്ട് കിട്ടുമോ, നല്ല വാല്യൂല് അല്ലെങ്കിൽ നല്ല
എമൗണ്ട് ആയിട്ട് നമ്മുടെ റോ മെറ്റീരിയൽ കിട്ടുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാം ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഉണ്ടാവും. Whether the project is financially viable regarding to cost of project, cost of production and profitability, cash flow estimates, perform a balance sheet. It will study whether the project will satisfy return expectation of those who provide the capital. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കോസ്റ്റ് അവിടെ ഇൻക്വയർ ചെയ്യുന്നുണ്ട്, ആ കോസ്റ്റിന് ആവശ്യമായുള്ള റിട്ടേൺ കിട്ടുമോ ഇല്ലയോ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും. മീൻസ് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, പ്രൊഫോമ ബാലൻസ് ഷീറ്റ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. അതേസമയം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. മീൻസ് നമ്മൾ കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കാം. ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യോ ഇല്ലയോ, മീൻസ് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്കൊരു 10% അല്ലെ 15% റിട്ടേൺ കിട്ടും എന്ന് അവർ പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതീക്ഷ നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമുക്ക് അറിയാൻ കഴിയണം. മാനേജീരിയൽ കോമ്പീറ്റൻസി, proper evaluation of managerial ability and talent is an essential part of appraisal of project. While evaluating the manager and background of the entrepreneur and promoter, their character and integrity, past record, promotion, etc. are studied. അപ്പോൾ ഇതിൽ മാനേജീരിയൽ കപ്പാസിറ്റി എന്താണ്, മാനേജ്മെന്റ് എന്ന രീതിയിൽ ആ ഒരു പ്രൊജക്ട് പ്രൊപ്പോസ് ചെയ്യുന്ന ആളുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, അല്ല അദ്ദേഹത്തിന് ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ. സോഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് the objective, social objective of project are also considered keeping view interest of public in large. Means പബ്ലിക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അല്ലെ പബ്ലിക്കിന്റെ താല്പര്യം ഒരു പരിധി വരെ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെ ഒരു ലാർജ് വ്യൂല് പബ്ലിക് താല്പര്യങ്ങൾ ഹരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ സോഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തെല്ലാമാണ്, അപ്പോൾ അവർക്ക് എംപ്ലോയ്മെന്റ് എത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സ്ഥലം ഏതാണ്, ബാക്ക്വേർഡ് ഏരിയ ആണോ അല്ലെങ്കിൽ ഫോർവേഡ് മീൻസ് അർബൻ ഏരിയ ആണോ, അതേപോലെ നമ്മൾ ഏതെങ്കിലും വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സോഷ്യൽ കൺസിഡറേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഇക്കോളജിക്കൽ അനാലിസിസ്, പരിസ്ഥിതി പഠനം അല്ലെ പരിസ്ഥിതിയുമായിട്ടുള്ള വിശകലനം. ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ പാരിസ്ഥിതികമായിട്ട് എത്രത്തോളം ദോഷമുണ്ട് അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം കൃത്യമായിട്ട്. പ്രൊജക്ട് റിസ്ക് അനാലിസിസ്, പ്രൊജക്റ്റില് ഈ ഒരു പ്രൊജക്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം റിസ്ക് ഇൻവോൾവ് ആണ്, എല്ലാ തരത്തിലും നമുക്ക് റിസ്ക് ഉണ്ടാവും. റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതി ഒരുപാട് ഡിഫറെന്റ്, ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന അൺസർട്ടനിറ്റി ആണ്. അത് എന്തിലാവാം, വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ആവാം, നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൽ ഉണ്ടാവുന്ന അൺസർട്ടനിറ്റി ഉണ്ടാവും, അതേപോലെ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ എത്രത്തോളം റിസ്ക് ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യാം ഈ ഒരു മേഖലയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇത്രയുമാണ് നമ്മുടെ എലമെന്റ്സ് എന്ന രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മീൻസ് ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടാവും. ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇക്കണോമിക് എന്ന് പറയുന്നത് ഇക്കണോമിക് ആസ്പെക്ട്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ കോസ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, റവന്യൂ, അങ്ങനെ അതേപോലെ കൊമേഴ്ഷ്യൽ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണോ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആണോ അതുമായിട്ട് ബന്ധപ്പെട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ് ഇക്കണോമിക്സ് ഓഫ് ലാർജ് സ്കെയിൽ എൻജോയ് ചെയ്യാൻ കഴിയുമോ എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. ദെൻ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റീസ്, അതേപോലെ മാനേജറിയൽ കോമ്പീറ്റൻസ്, സോഷ്യൽ കൺസിഡറേഷൻ, ഇക്കോളജിക്കൽ അനാലിസിസ്, പ്രൊജക്റ്റ് റിസ്ക് അനാലിസിസ്, ഇത്രയുമാണ് നമ്മുടെ പ്രൊജക്റ്റ് എലമെന്റ്സ് എന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിന്റെ മെത്തേഡ്സ് ഓഫ് പ്രോഫിറ്റബിലിറ്റി അപ്രൈസൽ അല്ലെ മെത്തേഡ്സ് ഓഫ് പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന രീതിയിലുള്ള കുറച്ച് ഏരിയാസ് ആണ് മെത്തേഡ്സ് ഓഫ് പ്രൊജക്റ്റ് അപ്രൈസൽസ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ബ്രോഡ്ലി ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. നോൺ
ഡിസ്കൗണ്ടിങ് ഓർ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതേപോലെ ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ് ആയിട്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡുകളാണുള്ളത് ഈ ഒരു പ്രൊജക്റ്റ് അപ്രൈസ് ചെയ്യുമ്പോൾ. അത് പ്രോഫിറ്റബിലിറ്റി ആണ് ഇതിൽ പ്രധാനമായിട്ടും അപ്രൈസ് ചെയ്യാം. പ്രോഫിറ്റബിലിറ്റി ആണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അപ്രൈസ് ചെയ്യുന്നുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. സോ നോൺ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നതും അതേപോലെ ഡിസ്കൗണ്ടിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സ് എന്ന് പറയാം. നോൺ ഡിസ്കൗണ്ടിങ് ഓർ ട്രഡീഷണൽ. അപ്പോൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് അവിടെ ടൈം വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൺസിഡർ ചെയ്യും. ടൈം വാല്യൂ എന്ന് പറയുന്നത് മീൻസ് ഇന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന വാല്യൂ 1 രൂപയാണെങ്കിൽ ആ 1 രൂപയ്ക്ക് 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട്. മീൻസ് നമ്മൾ പറയും പലപ്പോഴും പൈസേന്റെ മൂല്യം കുറഞ്ഞു എന്ന് പറയും. അതാണ് ഈ ഒരു ടൈം വാല്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മളടുത്ത് 1 രൂപ ഉണ്ടെങ്കിൽ നാളെ ആ 1 രൂപക്ക് ഇന്നത്തെ വാല്യൂ ഉണ്ടാവണമെന്നില്ല. 5 വർഷം കഴിഞ്ഞ് നമുക്ക് 1 രൂപ കിട്ടും. അപ്പോൾ അതിന് ഇന്നത്തെ വാല്യൂ ആയിരിക്കണം എന്നില്ല. മീൻസ് കൺസിഡറബിളി അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു കേസാണ് ടൈം വാല്യൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ ടൈം വാല്യൂ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുമെങ്കിൽ അതിനെ ഡിസ്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ മോഡേൺ ടെക്നിക്സ് എന്ന് പറയും. ഇത് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഓർ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നോക്കുക, നോൺ ഡിസ്കൗണ്ടിങ് മെത്തേഡിൽ ഒരു പ്രധാനമായിട്ടുള്ളത് അർജൻസി മെത്തേഡ്. പേര് തന്നെ ഉണ്ട്, അർജൻസി. അത്യാവശ്യം ആണോ അല്ലയോ, മീൻസ് എത്രത്തോളം അത്യാവശ്യമുണ്ട്. Urgency of degree of necessity plays an important role in, and a project that cannot be postponed is undertaken first. വളരെ അത്യാവശ്യമാണോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അത് നമുക്ക് എത്ര കോസ്റ്റ് ഇൻവോൾവ് ആയാലും എന്ത് ചെയ്യണം, അത് പെട്ടെന്ന് തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ കോസ്റ്റിന്റെ മറ്റു കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ അത്യാവശ്യമാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം. വേറെ അതിലെന്തില്ല, വേറെ ഓപ്ഷൻ ആയിട്ടൊന്നും നമ്മൾ നോക്കുന്നില്ല. അതിനെ സംബന്ധിച്ചോളം വളരെ സിമ്പിൾ ആണ്, കാരണം വേറെ നോക്കാനില്ല. അതേപോലെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് ഷോർട്ട് ടേം പ്രൊജക്ട് റിക്വയറിംഗ് ലെസർ ഇൻവെസ്റ്റ്മെന്റ്. വളരെ ചെറിയ കാലത്തേക്ക് ലെസർ ആയിട്ടുള്ള മീൻസ് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റുകൾക്കൊക്കെ എന്ത് ചെയ്യണം, ഇത് ആവശ്യമാണെന്ന് പറയും. Selection is not made on the basis of economical consideration but just on basis of situation. നമ്മൾ ഇവിടെ ഇക്കണോമിക്കൽ കൺസിഡറേഷൻ മീൻസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒന്നും നടത്തുന്നില്ല. നമുക്ക് ഈ സിറ്റുവേഷനിൽ ഈ ഒരു പ്രോജക്റ്റ് അത്യാവശ്യമാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യുമെന്ന് മാത്രം. സോ ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് അനാലിസിസ്. ഇതിന് വലിയ ഒരുപാട് സയന്റിഫിക് അനാലിസിസും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അർജൻസി മെത്തേഡ് എന്ന് പറയുന്നത് ആ ഒരു ടൈമിലാണ്, അല്ലെങ്കിൽ അത്രയും അത്യാവശ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അത്രയും അത്യാവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് നടത്തും. അതിനാണ് അർജൻസി മെത്തേഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേ ബാക്ക് മെത്തേഡാണ്. പേ ബാക്ക് നമ്മൾ ഇറ്റ് ഈസ് ക്യാഷ് ബേസ്ഡ് ടെക്നിക്ക്. ക്യാഷ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് കിട്ടുന്നതും കൊടുക്കുന്നതും. ക്യാഷ് എത്ര നമുക്ക് കിട്ടും, ക്യാഷ് എത്ര കൊടുക്കും. ഇതിന്റെ ഇത് മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് എ പീരീഡ് ഓവർ വിച്ച് ഇൻവെസ്റ്റ്മെന്റ് വുഡ് ബി പെയ്ഡ് ബാക്ക്. അപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു 1 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 1 lakh rupees നമുക്ക് എത്ര വർഷം കൊണ്ട് തിരിച്ചു കിട്ടും? 1 lakh rupees നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഈ ഒരു വർഷം ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ വർഷം അവസാനം മുതൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് റിട്ടേൺ കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എത്ര വർഷം എടുക്കും ഈ ഒരു 1 lakh rupees നമുക്ക് തിരിച്ചു കിട്ടാൻ? അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ പീരീഡ് ഓവർ വിച്ച് ദ ഇൻവെസ്റ്റ്മെന്റ് വുഡ് ബി പെയ്ഡ് ബാക്ക്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു കിട്ടാൻ എത്രത്തോളം ടൈം എടുക്കും, എത്ര ടൈം പീരീഡ് എടുക്കും. ഇറ്റ് ഈസ് എ ബ്രേക്ക് ഈവൻ പോയിന്റ് ഓഫ് ദി പ്രൊജക്ട് where the accumulated return equal investment. അപ്പോൾ അതൊരു ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ പറഞ്ഞു. അവിടെ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. എപ്പോഴാണ് അത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന് പറയുന്നത്? അക്യുമുലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോ വർഷത്തെയും റിട്ടേൺ നമ്മൾ കൂട്ടിയിട്ട്
അത് ഇൻവെസ്റ്റ്മെന്റിന് തുല്യമാകുന്ന എപ്പോഴാണോ അപ്പോൾ എന്തുണ്ടാവും, നമുക്ക് നമ്മുടെ പ്രോഫിറ്റും റിട്ടേണും തുല്യമായിട്ട് ഇരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രേക്ക് ഈവൺ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പേ ഔട്ട്, പേ ഓഫ് പീരീഡ്, ഓർ റീകൂപ്മെന്റ് ഓർ റീപ്ലേസ്മെന്റ് പീരീഡ്. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം. റീകൂപ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഏത് തിരിച്ചു പിടിക്കുന്ന എത്രത്തോളം ടൈം എടുക്കുന്നുള്ളത്. അതേപോലെ റീപ്ലേസ്മെന്റ് ഉണ്ടാവും, പേ ഓഫ് ഉണ്ടാവും, പേ ഔട്ട് ഉണ്ടാവും. സോ ഇതിൽ രണ്ട് കേസിലാണ് ഉണ്ടാവുക. വെൻ ആനുവൽ ക്യാഷ് ഫ്ലോ ആർ ഈക്വൽ. ആനുവൽ നമ്മൾ പറഞ്ഞു, ആനുവലിലുള്ള നമുക്ക് നമ്മുടെ ഇൻഫ്ലോസ്, ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഉള്ളിലേക്ക് വരുന്ന ക്യാഷ് മീൻസ് പ്രോഫിറ്റ് എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓരോ വർഷമുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ നമ്മൾ കുറയ്ക്കും പ്രോഫിറ്റ് നിന്ന്. പക്ഷെ ഡിപ്രീസിയേഷൻ ക്യാഷ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ഇതിന്റെ പ്രോഫിറ്റ് കുറയ്ക്കാതെ, ഡിപ്രീസിയേഷൻ കുറയ്ക്കാതെയുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് എടുക്കപ്പെടും. അത് മാത്രമേ ഇതിലൊരു ഇതുള്ളൂ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവുള്ളൂ. മീൻസ് ക്യാഷ് ആയിട്ട് നമ്മൾ കൊടുക്കാത്ത ഐറ്റംസ് ഒന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ പ്രോഫിറ്റ് നിന്ന് കുറയ്ക്കില്ല. അപ്പോൾ ക്യാഷ്, അതേപോലെ ക്യാഷ് ആയിട്ട് കിട്ടാത്ത ഐറ്റം ഒന്നും പ്രോഫിറ്റിന്റെ കൂടെ എടുക്കുകയില്ല, ക്യാഷ് ആയിട്ട് കിട്ടണം. അപ്പോൾ ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്ന ക്യാഷിന്റെ ഓരോ വർഷവും ഈക്വൽ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേ ബാക്ക് പീരീഡ് കാണുന്ന പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് മീൻസ് ക്യാഷ് ഔട്ട്ലേ ആണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്, ഡിവൈഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ, ഡിവൈഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. മീൻസ് നെറ്റ് ഏർണിങ്സ് ആയിരിക്കും, മീൻസ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടണം. മീൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യും. അങ്ങനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ആണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഡിപ്രീസിയേഷൻ കൂട്ടിയാൽ മതി. അതിന്റെ എക്സാമ്പിൾ, ഇഫ് ക്യാഷ് ഔട്ട്ലേ 5 lakh, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ലേ ആണ്, 5 lakh ആണ് എഴുതുക. ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1 lakh ഫോർ 7 years, 1 lakh ഫോർ 7 years. ഓരോ വർഷവും 1 ലക്ഷം രൂപ വെച്ചിട്ട് 7 വർഷം നമുക്ക് കിട്ടും. അതിന് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത് 5 lakh ഡിവൈഡ് ബൈ 1 lakh, 5 years. അപ്പോൾ നമ്മുടെ സംബന്ധിച്ചുള്ള പേ ബാക്ക് പീരീഡ് പറയുന്നത് നമ്മുടെ കോസ്റ്റ് എന്ത് ചെയ്യാം, ഒറിജിനൽ കോസ്റ്റ് 5 വർഷം കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യും. ഇനി അതിന്റെ തന്നെ പേ ബാക്ക് പീരീഡിന്റെ തന്നെ മറ്റൊരു ഇതാണ് ആനുവൽ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ. നമ്മളിപ്പോ ഇതിന്റെ ക്യാഷ് ഇൻഫ്ലോസ് അൺഈക്വൽ ആണെങ്കിൽ, ഈക്വൽ അല്ല, മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു 1 lakh തന്നെയാണ് എല്ലാ വർഷം കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്ത് വരുന്നു, 1 lakh തന്നെ കിട്ടണം നിർബന്ധമില്ല, ഓരോ വർഷവും ഓരോരുത്തരാണ്. അങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ദ പേ ബാക്ക് പീരീഡ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ ആസ് ഫോളോസ്. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ടായിരിക്കും. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ പ്ലസ് നെക്സ്റ്റ് വർഷം കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ പ്ലസ് തേർഡ് ഇയർ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ, ഇങ്ങനെ നമ്മൾ ആഡ് ഓൺ ചെയ്തു പോകും. അങ്ങനെ ആഡ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഏത് ഇയറിലാണോ നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ചെയ്യുന്നത് ആ ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും, പേ ബാക്ക് പീരീഡ് ഫിക്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട് ഈസ് 1 lakh and cash inflows are first year 10,000, second year 15,000, third year 25,000, and fourth year 30,000, and fifth year 30,000. Payback period to recover original cost of investment of 1 lakh comes to 4 years and 8 months. അപ്പോൾ ഇതാണ് അതിന്റെ കേസ്. അതായത് നമ്മൾ പറഞ്ഞു ഈ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്കുള്ളത് 10,000 rupees കിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിലുള്ള 10,000, സെക്കൻഡ് ഇയറിൽ 15,000. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്തു 25,000. തേർഡ് ഇയറിൽ 25,000 കിട്ടും. അത് നമ്മുടെ ആഡ് ചെയ്തു 50,000 ആവും. ദെൻ ഫോർത്ത് ഇയർ ആകുമ്പോൾ 30,000 ഉണ്ടാവും. 30,000 നമ്മൾ എന്ത് ചെയ്യും, അഗെയിൻ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന തേർഡ് ഇയർ വരെയുള്ള 50,000 ഫോർത്ത് ഇയറിലെ 30,000 ആഡ് ചെയ്യും, 80,000. ഫിഫ്ത്ത് ഇയറിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 1 lakh 10,000 കിട്ടും. മീൻസ് 80,000 ഫിഫ്ത്ത് ഇയറിൽ 30,000 കൂടി വരും. അപ്പോൾ 1 lakh 10,000. അപ്പോൾ നമുക്ക് മനസ്സിലാവും 4 ഇയറിന്റെയും 5 ഇയേഴ്സിന്റെയും ഇടയിലാണ് എന്തുള്ളത്, നമ്മുടെ
കേസായിട്ടുള്ള എന്ത് വരുന്നത് പേ ബാക്ക് പീരീഡ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഫോർത്ത് ഇയറിൽ 80,000 ആണെങ്കിൽ 80,000 നമുക്ക് ആവശ്യമുള്ള ഒറിജിനൽ കോസ്റ്റിലേക്ക് വേണ്ട 20,000 ആണ്. 20,000 ഡിവൈഡഡ് ബൈ ഫിഫ്ത് ഇയറിലുള്ള ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 30,000 ആണ്. അത് നമ്മൾ താഴെ എഴുതിയിരിക്കുന്നത് 30,000. ഇപ്പൊ 20,000 ഡിവൈഡ് ബൈ 30,000 എന്ന് പറഞ്ഞാൽ 2/3 ഇയേഴ്സ് മതി. അപ്പോൾ 2/3 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, 12 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇൻറ്റു 12 മന്ത് ആണല്ലോ, 12 മാസം, ഒരു 12 മാസം ഉണ്ട്. 2/3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 8 മന്ത് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 4 ഇയർ ആൻഡ് 8 മന്ത്സ് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പേ ബാക്ക് ക്യുമുലേറ്റീവ് ഇൻ നാച്ചുറൽ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെ ഇക്വേഷൻ ഒക്കെയാണ്. അപ്പൊ ഇവിടെ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്യണോ വേണ്ടത് തീരുമാനിക്കുക. അക്കോർഡിംഗ് ടു പേ ബാക്ക് ക്രൈറ്റീരിയ, ഷോർട്ടർ ദി പേ ബാക്ക് പീരീഡ് ഈസ് ബെറ്റർ ദി പ്രൊജക്ട്. പേ ബാക്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ടൈം സ്പാനിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, ഈ ഒരു എമൗണ്ട് തിരിച്ചു കിട്ടിയെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. സോ അങ്ങനെ ഒരു ഡിസിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും എടുക്കുക. ഇത്രയുമാണ് പേ ബാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻറ്റേജ് ഓഫ് പേ ബാക്ക്. പേ ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഫോർകാസ്റ്റ് ചെയ്യാം. മിനിമൈസ് പോസിബിലിറ്റി ഓഫ് ലോസ് ത്രൂ ഒബ്സലൻസ്. നമ്മുടെ ഒബ്സലൻസിലൂടെയുള്ള മീൻസ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മെഷീനറി അല്ലെങ്കിൽ പ്രൊജക്റ്റോ എന്ത് ചെയ്യാം, ഒബ്സലൻസ് ആവാം, മീൻസ് ടെക്നോളജിക്കൽ ചേഞ്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള സാധനങ്ങൾ എന്താ പറയാ, പഴയ സാധനങ്ങളായിട്ട് മാറിയേക്കാം, അങ്ങനെ പഴയ രീതിയിലേക്ക് പോയേക്കാം. അത് ഒഴിവാക്കാൻ കഴിയും. ടേക്ക് ഇൻ ടു അക്കൗണ്ട് ലിക്വിഡിറ്റി, അതായത് പണലഭ്യത ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. അതേപോലെ ഈസിയർ ഫോർ പ്രൊജക്ട് yielding റിട്ടേൺ ഇൻ ഇനീഷ്യൽ ഇയർ. ആദ്യകാലങ്ങളിൽ തന്നെ നമ്മളുടെ റിട്ടേൺ കൂടുതൽ കിട്ടുന്ന പ്രൊജക്റ്റുകൾ ഈസിയാണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ടൈം വാല്യൂ എന്ന് പറയുന്നത് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഒരു 10,000 രൂപ കിട്ടും, ഫിഫ്ത് ഇയർ ആകുമ്പോൾ 10,000 രൂപ കിട്ടും. ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന 10,000 ആണോ ഫിഫ്ത് ഇയറിൽ കിട്ടുന്ന 10,000 ആണോ, വാല്യൂ കൂടുതൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ കിട്ടുന്നതായിരിക്കും. കാരണം 5 വർഷം കഴിഞ്ഞാൽ 10,000-ന് അത്രത്തോളം വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി ഇഗ്നോർ ക്യാഷ് ഫ്ലോസ് ആഫ്റ്റർ ദി പേ ബാക്ക് പീരീഡ്. അതേസമയം നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരീഡ് ഇപ്പോൾ 7 വർഷം എന്ന് പറഞ്ഞു, 5 വർഷം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പേ ബാക്ക് പീരീഡ് കിട്ടും. പിന്നുള്ള 2 വർഷത്തെ പേ ബാക്ക് പീരീഡിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നേയില്ല. മീൻസ് അതായത് പേ ബാക്ക് പീരീഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ക്യാഷ് ഇൻഫ്ലോ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. മെത്തേഡ് ഡസ് നോട്ട് മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊജക്ട്. ഇത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻസിസ്റ്റ് ഓൺലി ഓൺ റിക്കവറി ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊജക്ട്. അപ്പോൾ കോസ്റ്റ് റിക്കവർ ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഒരു ലക്ഷ്യമായിട്ട് വരുന്നത്. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ റേറ്റ് ഓഫ് റിട്ടേൺ ഇത് മെഷർ ചെയ്യുന്നില്ല. ഇറ്റ് മേ ബിക്കം മിസ്ലീഡിങ് ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സിംഗിൾ ഫാക്ടർ. ഇതൊരു സിംഗിൾ ആയിട്ടുള്ള ഒരേ ഒരു കാര്യത്തിന് മുകളിൽ മാത്രമാണ് ബേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ചിലപ്പോൾ മിസ്ലീഡ് ചെയ്ത് കൊടുത്തേക്കാം. സോ ഇത്രയുമാണ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ് ആണ്. പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ് നമ്മൾ പറഞ്ഞു, പേ ബാക്ക് മെത്തേഡ് പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്ന പീരീഡിനാണ് ഏത് വർഷം കൊണ്ട് അല്ലെ എത്ര കാലം കൊണ്ട് തിരിച്ചു കിട്ടും, അതിനാണ് പോസ്റ്റ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു പോസ്റ്റ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ പേ ബാക്കിന് ശേഷവും നമ്മുടെ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടാവുന്നുണ്ട് അതിനെ പറ്റിയുള്ള അതിനെപ്പറ്റി കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് പോസ്റ്റ് പേ ബാക്ക് എന്ന് പറയുന്നത്. പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ് ഹാസ് ഇവോൾവ്ഡ് ടു ഓവർകം ദ ലിമിറ്റേഷൻ ഓഫ് പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന്റെ ലിമിറ്റേഷൻ എന്താണോ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ് പേ ബാക്ക് വരുന്നത് എന്ന് പറയാം. Under this method, the entire cash inflows generated from a project during its working life are taken into account.
അപ്പോൾ ഇതില് മൊത്തം ക്യാഷ് ഇൻഫ്ലോസും ഏറ്റെടുക്കും, മൊത്തം ക്യാഷ് ഇൻഫ്ലോസും കൺസിഡർ ചെയ്യും. നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന്റെ ലൈഫ് ടൈമിൽ ഉണ്ടാകുന്ന മൊത്തം ക്യാഷ് ഇൻഫ്ലോസ് കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് പോസ്റ്റ് പേ ബാക്ക് മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാം. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്. മൊത്തം ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ് ഈ ഒരു പ്രൊജക്റ്റിന്റെ മൈനസ് ഇനീഷ്യൽ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ആനുവൽ കോസ്റ്റ് ഇൻറ്റു ടോട്ടൽ ലൈഫ് മൈനസ് പേ ബാക്ക് പീരീഡ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, ഓരോ വർഷമുള്ള ക്യാഷ് ഇൻഫ്ലോ അത് യുണീക്ക് ആണെങ്കിൽ ഓരോ വർഷമുള്ള ക്യാഷ് ഇൻഫ്ലോ, അല്ലെങ്കിൽ ടോട്ടൽ ആണെങ്കിൽ ടോട്ടൽ ലൈഫ് മൈനസ് പേ ബാക്ക് പീരീഡ്. The second alternative formula is used only when cash inflows are equals. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ആണ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സെക്കൻഡ് ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇനി അനദർ മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ആണ്. ARR എന്ന് പറയും, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും. അപ്പോൾ it represents the ratio of average annual profit to the average investment in the project. അപ്പോൾ ഇത് എന്താണ്, ഇതൊരു റിലേഷൻഷിപ്പ് ആണ് ഷോ ചെയ്യുന്നത്. അതായത് ആവറേജ് പ്രോഫിറ്റും ആവറേജ് കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് നോട്ട് ക്യാഷ് ഫ്ലോസ്. ഇത് പ്യൂർലി അക്കൗണ്ടിങ് പ്രോഫിറ്റിനാണ് ബേസ് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ അല്ല. ക്യാഷ് ഫ്ലോ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ചെറിയൊരു ഡിഫറൻസ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്താണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓരോ വർഷവും ആ വർഷത്തെ പ്രോഫിറ്റ് മെൻഷൻ ചെയ്യും. ആ പ്രോഫിറ്റ് ആണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്ന റിസൾട്ട്. പക്ഷെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്, ക്യാഷിന്റെ ഫ്ലോ, ഇൻഫ്ലോ, ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്ന ക്യാഷ് എത്രയാണ്, ബിസിനസ്സിൽ നിന്ന് പോയിരിക്കുന്ന ക്യാഷ് എത്രയാണ്. അപ്പൊ ചില അക്കൗണ്ടിങ് ഐറ്റം, ഫോർ എക്സാമ്പിൾ അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ പറഞ്ഞു, ഡിപ്രീസിയേഷനിൽ എന്തുണ്ടാവില്ല, ക്യാഷിന്റെ ഫ്ലോ ഉണ്ടാവില്ല. കാരണം നമ്മളൊരു ടെക്നിക്കൽ എൻട്രി ആയിരിക്കും ഡിപ്രീസിയേഷനിൽ, ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ പ്രോഫിറ്റ്, അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ എടുക്കുക. അതേസമയം ക്യാഷ് ഫ്ലോയിൽ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും പ്രോഫിറ്റിന്റെ കൂടെ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഓർ അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇതിന് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയും, അൺഅഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയും. അതേപോലെ ARR is found out by dividing average income by the average investment. അപ്പോൾ ARR എന്ന് പറയുന്നത് ആവറേജ് ഇൻകത്തിന് എന്ത് ചെയ്യാണ്, ആവറേജ് ഇൻവെസ്റ്റ്മെന്റോട് ഡിവൈഡ് ചെയ്യാണ്. ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 ആണ്. ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് വാല്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഓൺ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിനോട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണോ അതിന്റെ കൂടെ എന്ത് ചെയ്യാം, സ്ക്രാപ്പ് വാല്യൂടെ ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആവറേജ് ഇൻകം കിട്ടും, ഡിവൈഡ് ബൈ 2. അതേപോലെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ ബിഗിനിങ് പ്ലസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ലൈഫ്. നമ്മുടെ സാധാരണ കേസ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ബിഗിനിങ്ങിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബിഗിനിങ്ങിൽ നമ്മുടെ ഒരു 1 lakh ഉണ്ട്, എൻഡ് ഓഫ് ദി ലൈഫിൽ സാധാരണ കേസ് കോസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് 0 ഇട്ടാൽ മതി, 1 lakh പ്ലസ് 0 ഡിവൈഡ് ബൈ 2, അപ്പോൾ 50,000 വരും. ഇങ്ങനെയാണ് അതിന്റെ കേസ് ഉള്ളത്. ഇതിന്റെ ഡിസിഷൻ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് അറിയേണ്ടത്. സാധാരണ കേസിൽ ഹയർ ആണ് ARR എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ദി പ്രൊജക്ട് എന്ന് പറയാം. ഏറ്റവും ഹയർ റേറ്റിൽ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊജക്ട് ബെറ്റർ ആണ്, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം. If the project are mutually exclusive, the project with the highest rate of return is selected. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ ഏതാണോ അത് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. If the calculated ARR equal or more than the company's target rate of the return,
the project will be accepted. If the calculated ARR is less than company targeted rate of return, project will be rejected. Simple ആണ്. നമുക്ക് നമ്മുടെ കമ്പനി ടാർഗറ്റ് ചെയ്യുന്ന റിട്ടേൺ ഓഫ് സേ ഒരു 20% റിട്ടേൺ വേണം. അതിന് മേലുണ്ടെങ്കിൽ അതിന് അൺഈക്വൽ ആണെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അതിന് താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാൻ കഴിയും. ഇതിന്റെ അഡ്വാൻറ്റേജ് സിമ്പിൾ ആണ്, ഇത് ഈസിയാണ്. ഒരുവിധം ഈ നമ്മൾ പറഞ്ഞ എല്ലാം സിമ്പിൾ ആണ്, കാരണം ട്രഡീഷണൽ മെത്തേഡ്സ് ആണ്. It take into consideration earnings over the entire life of the project. എല്ലാ ഇയർലെയും മീൻസ് എൻ്റയർ ലൈഫിലെ ഏർണിങ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡർ പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിലെ പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രൊജക്ട് ഓഫ് ഡിഫറെന്റ് ക്യാരക്ടർ ക്യാൻ ബി കമ്പയർഡ്. ഡിഫറെന്റ് ക്യാരക്ടർ എന്ത് ചെയ്യാം ഉള്ള പ്രൊജക്റ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാം. റിട്ടേൺ ഓഫ് rate of return may be readily calculated with the help of accounting data. നമുക്ക് അക്കൗണ്ടിങ് ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യാം, റേറ്റ് ഓഫ് റിട്ടേൺ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇത്രയുമാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ടൈം വാല്യൂ ഇതിലും കൺസിഡർ ചെയ്യുന്നില്ല. ടൈം വാല്യൂ does not differentiate between size of the investment required for each project. ഓരോ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തരംതിരിച്ച് പറയുന്നില്ല ഇതിൽ. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ് ഫ്ലോ. അക്കൗണ്ടിങ് പ്രോഫിറ്റിലാണ് ഇത് ബേസ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞ പോലെ ക്യാഷ് നോൺ ക്യാഷ് ഐറ്റം ഉണ്ട്, അതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് ലിക്വിഡിറ്റി, ക്യാഷ് ഫ്ലോ ആണെങ്കിൽ ഇതൊരു ലിക്വിഡിറ്റി കൂടി മെഷർ ചെയ്യും, പക്ഷെ ഇത് ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നില്ല. It considers only the rate of return and not the life of the project. നമ്മൾ പറഞ്ഞു റേറ്റ് ഓഫ് റിട്ടേൺ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ലൈഫ് ഓഫ് പ്രൊജക്ട് കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഇഗ്നോർ ദ ഫാക്ട് ദാറ്റ് പ്രോഫിറ്റ് ക്യാൻ ബി റീഇൻവെസ്റ്റഡ്. അതേസമയം ഇതൊരു റീഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യാം. അതിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല, ഇവര് ഒന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്കസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് അർജൻസി മെത്തേഡാണ്. രണ്ടാമത്തത് പേ ബാക്ക് മെത്തേഡാണ്. മെത്തേഡിൽ മൂന്നാമത്തത് പോസ്റ്റ് പേ ബാക്ക് മെത്തേഡാണ്. നാലാമത് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഈ 4 മെത്തേഡുകളാണ് എന്തോ ഉള്ളത് നമ്മുടെ കേസിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.